എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ നേവി ടീം അവരാണെങ്കിൽ ചുറ്റും ഉണ്ടായിരുന്ന ഓഫ് പങ്ക് ക്രിയേറ്റ് ചെയ്ത ആ സെയിം മോൺസ്റ്റേഴ്സിനെ അവറ്റകളെ ഒന്നൊന്നായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ മെയിൻ സോൾജിയർ ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, ഇനിയും കപ്പലിൽ മുൻപോട്ടേക്ക് പോകുന്നത് സേഫ് അല്ല, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഫ്ലൈ ചെയ്യിപ്പിച്ച് ആ ഒരു ഐലാൻഡിലേക്ക് അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് പോവാണ്. സോ നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ് ആളങ്ങനെ കൈ ചുരുട്ടി അവരെ ആഞ്ഞടിക്കും. ഓരോ അടിയിൽ ഓരോരുത്തർ ചെയ്തു വന്ന് ആ ഐലാൻഡിലേക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാണ്. അവസാനമായിട്ട് അവനും ഇപ്പൊ ഐലാൻഡിലേക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും. അങ്ങനെ അവരെല്ലാവരും പോയതിനു ശേഷമാണ് ആ സീ മോൺസ്റ്റേഴ്സ് ആ കപ്പൽ കടിച്ചു പറിച്ച് പൊട്ടിത്തെറിപ്പിക്കുക. പൊട്ടിത്തെറിയുടെ ശബ്ദം ഇപ്പൊ നമ്മുടെ ആൾക്കാർ നിൽക്കുന്ന ഭാഗത്തേക്കും വരികയാണ്. അവർ ഷോക്കായി അവിടേക്ക് തിരിഞ്ഞു നോക്കും. ഇനി ഒരു പക്ഷെ ആ കൂമ അവൻ വീണ്ടും അവന്റെ ഡ്രാമ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവോ? പക്ഷെ വേഗ് ഓഫ് പങ്കിനാണെങ്കിൽ കാര്യം പിടികിട്ടും. അത് കൂമയല്ല, നേവിക്കാരാണ്. നേവിക്കാര് അവരുടെ ഓപ്പറേഷൻ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ CP0 ടീം അവരാണ് ഇവിടേക്ക് വരുന്നത്. അവരിവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട എന്തോന്നും ചെയ്യാൻ തന്നെയാണ് അവരുടെ ലക്ഷ്യം. ലൂഫിയാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കാരണം അവൻ CP0 എന്നൊരു ടീമിനെ കുറിച്ച് കേട്ടിട്ടില്ല. അവൻ ആകെ അറിയാവുന്നത് CP09 കുറിച്ചാണ്. അതിന് പങ്കാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നേവിയിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സാണ് CP0. അവരിവിടേക്ക് വരുന്നുണ്ട് എങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അതിവിടെ ചെയ്യാനുണ്ടാവും. അത് ചെയ്തു കഴിഞ്ഞ് വലിയ എന്തെങ്കിലും കാര്യം ക്രിയേറ്റ് ചെയ്യാതെ അവരിവിടുന്ന് കടന്നു പോവില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ആ CP0 ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ആ ഐലാൻഡൊക്കെ നോക്കിക്കണ്ട് പതിയെ നടന്നു വരികയാണ്. ടക്കാൻ ടീമിനാണെങ്കിൽ കാര്യം പിടികിട്ടും. CP0 ടീം അവരുടെ അസിസ്റ്റൻസിനെയും സെയിം മോൺസ്റ്റേഴ്സിനെയും തല്ലിക്കൊന്നതിന് ശേഷമാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. സോ അവരുടെ ലക്ഷ്യം അത് വളരെ മോശമായിട്ടുള്ള എന്തോ ഒന്നാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരും അവർ നടന്നു വരുന്നതായിട്ട് കാണും. അവരിവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ അപകടം സംഭവിക്കും. ആ ലുച്ചിയുടെ കയ്യിൽ പെട്ട നമ്മുടെ ആൾക്കാർക്ക് ആർക്കും തന്നെ രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. സാഞ്ചിയാണെങ്കിൽ നൈസായിട്ട് അവന്റെ കാല് അത് അവിടുന്ന് ചലിപ്പിക്കാൻ കഴിയുമെന്ന് ശ്രമിക്കും. അവനെ കൊണ്ട് അതിന് കഴിയുന്നില്ല. അതിനവൻ ഉള്ളവരോട് പറയും, ദയവ് ചെയ്ത് ഞങ്ങളെ റിലീസ് ചെയ്യണം, ഞങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇത്തരത്തിൽ ലോക്ക് ചെയ്ത് വെച്ചാൽ അത് കഴിയില്ല. ഷക്കായിക്കാണെങ്കിൽ കാര്യമായിട്ട് എന്തോ നടക്കാൻ പോവാണെന്ന് മനസ്സിലാവും. കാരണം ആ ഒരു നേവി കപ്പൽ അതുപോലെ സാക്രിഫൈസ് ചെയ്ത് അവർ ഇവിടേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഐലാൻഡ് തകർക്കാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്തവരെയും അവിടെ വിസിറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നവരെ എല്ലാവരെയും ഷക്ക ഇപ്പോൾ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നീട് മെയിൻ ആയിട്ടുള്ള സോൾജിയേഴ്സിനെ അവിടേക്ക് കൊണ്ടുവരികയാണ്. അവരാണെങ്കിൽ ആ 3 ഷർഫുകളെ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ അവിടേക്ക് കടത്തിവിടും. അതേസമയം വേഗ് ഓഫ് പങ്കിന് കാര്യം പിടികിട്ടും. നേവി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹത്തെയാണ്. 5 എൽഡേഴ്സ് അദ്ദേഹത്തിന്റെ റിസർച്ചിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു പോയില്ലെങ്കിൽ വലിയ അപകടമാണ്. ആളാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും, ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എന്റെ തിങ്സ് അതൊക്കെ പാക്ക് ചെയ്ത് എത്രയും വേഗം ഞാൻ ഇവിടേക്ക് എത്താം. ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ സേവ് ചെയ്യാം. അതിന് പങ്ക് താങ്ക്സ് പറയാണ്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ കാലിലുള്ള ആ ഷൂസിന്റെ സഹായത്താൽ മുകളിലേക്ക് വരണം, ഞാനും അവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഡോക്ടർ വേഗ് ഓഫ് പങ്കാണെങ്കിൽ ഞൊട്ടിയിടയിൽ മുകളിലേക്ക് പോവാണ്. നമ്മുടെ ആൾക്കാർക്ക് അത് കണ്ട് ഭയങ്കര അത്ഭുതം. മറ്റൊരു ഭാഗത്ത് നേവി സോൾജിയേഴ്സ് അവരാണെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹോളോഗ്രാം ഡൈനോസറുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അത് ഹോളോഗ്രാം ആണെന്ന് തിരിച്ചറിയാതെ ഷൂട്ട് ചെയ്തും പഞ്ച് ചെയ്യാൻ ശ്രമിച്ചും അവരങ്ങനെ മിനിറ്റുകൾ കഴിയുന്തോറും മണ്ടന്മാരായിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ഇവിടെ വേഗ് ഓഫ് പങ്ക് അവന്റെ പാക്കിംഗ് കംപ്ലീറ്റ് ചെയ്യും. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ലേഡി ആണെങ്കിൽ ആ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിക്കും. ഓ നോ, അത് വെറും ഹോളോഗ്രാം ആണ്, നിങ്ങൾ വെറുതെ അറ്റാക്ക് ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല. ഇവിടെ കക്കു ആണെങ്കിൽ ഇപ്പോ ആ ക്ലൗഡ്സിന്റെ എല്ലാം മുകളിലായിട്ട് വേഗ് ഓഫ് പങ്കിന്റെ ലാബിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടന്നു പോകും. അവനാണെങ്കിൽ അവിടേക്ക് എത്താനായിട്ട് ശ്രമിക്കും. അതിനു മുൻപുള്ള ഒരു ലൈൻ അതവൻ ക്രോസ് ചെയ്യേണ്ട താമസം ഒരു ലേസർ ബീം അവനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. പെൺകുട്ടിക്കാണെങ്കിൽ അത് കണ്ട് അവളുടെ ചിരി അടക്കാനായിട്ട് കഴിയില്ല. അത് ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ ലാബാണ്. അത്ര എളുപ്പത്തിൽ അവിടേക്ക് കടന്നു പോകാനായിട്ട് കഴിയില്ല. ആ ലൈൻ അതാരെങ്കിലും ക്രോസ് ചെയ്ത അടുത്ത നിമിഷം ലേസർ ബീം ആക്ടിവേറ്റ് ആവും. സോ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുമ്പോൾ. അടുത്ത നിമിഷം ആ അറ്റ്ലസ് പെണ്ണ് അവളാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ അവളുടെ ജയന്റ് രൂപത്തിൽ അവിടേക്ക് എത്തും. അത് കണ്ട് ലുച്ചിയും നേവി സോൾജിയേഴ്സും അവൾക്കെതിരെ പോരാടാനായിട്ട് അങ്ങനെ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കും. അറ്റ്ലസ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ലുച്ചിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. അവിടെയുള്ള എല്ലാവർക്കും അറിയാം ആ ലുച്ചിയുടെ പവർ അത് വളരെ കൂടുതലാണെന്ന്. സോ ഷക്ക അവനാണെങ്കിൽ അറ്റ്ലസിനോട് ദേഷ്യപ്പെട്ട് പറയും, നിന്നെ കൊണ്ട് ഒരിക്കലും അവന് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. നീ ഫൈറ്റ് ചെയ്താൽ നിന്റെ ജീവനായിരിക്കും അത് ആപത്ത്. സോ ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് കേൾക്ക്. നീ എടുത്തു ചാടി ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ അതൊന്നും തന്നെ കാണിക്കാനായിട്ട് പാടില്ല. അത് കേട്ട് അവളുടെ ദേഷ്യവും
അരിശമൊക്കെ കൂടുകയാണ്. നമ്മുടെ ഐലാൻഡിലേക്ക് ഇനി ആരും ഇതുപോലെ കടന്നു വരാനായിട്ട് പാടില്ല. നമ്മളെല്ലാവരും ഡോക്ടർ വേഗോഫ് പങ്ങിന്റെ അസിസ്റ്റൻസ് ആണ്. സോ ആ പവർ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള അധികാര മനോഭാവം അത് നമ്മൾ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ലുച്ചിക്ക് നേരെ തിരിയും. ഉണ്ടായിരുന്നവരാണെങ്കിൽ അപ്പോഴും അവളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ലുച്ചിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇവൾ സത്യത്തിൽ ഒരു മന്ദബുദ്ധി തന്നെ. വേഗോഫ് പങ്കിന്റെ ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ക്ലോൺ അതാണെന്ന് ഇവളുടെ സ്വഭാവം കണ്ടാലും തോന്നില്ല എന്ന് പറഞ്ഞ് അവന്റെ ഷർട്ട് അങ്ങനെ അഴിക്കുകയാണ്. മസിലൊക്കെ പിടപ്പിച്ച് അവനാണെങ്കിൽ അവൾക്ക് നേരെ വരും. അവൾ രണ്ടാമോ ചിന്തിക്കാതെ അവളുടെ കൈ നീട്ടി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ലുച്ചിയാണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവളെ വെട്ടിത്തിരിപ്പിച്ച് അങ്ങനെ കറങ്ങി വന്ന് അവന്റെ കൈ ചെറുതായിട്ട് ഒന്നങ്ങനെ സ്നാപ്പ് ചെയ്യും. അതിൽ നിന്ന് ഒരുപാട് പവർ പുറത്തേക്ക് വന്ന് അവളുടെ മുഖം അതങ്ങനെ കത്തിക്കരിഞ്ഞ് പതിയെ പതിയെ ഇല്ലാതാവുകയാണ്. ലുച്ചിയുടെ അസിസ്റ്റൻസ് പോലും അവന്റെ പഞ്ച് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവുകയാണ്. അവളൊരു പെൺകുട്ടിയല്ലേ, ആ ഒരു കാരുണ്യം പോലും അവൻ അവൾക്ക് നേരെ കാണിച്ചില്ല. ഒരൊറ്റ സ്നാപ്പില് അവളെ പൂർണ്ണമായിട്ടും അങ്ങനെ നോക്കൗട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഷക്കയും ടീമും അവിടെയുള്ളവരെല്ലാവരും പരസ്പരം നോക്കും. അറ്റ്ലസ് അവൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണ്. അവളുടെ അവസ്ഥ അതാണെങ്കിൽ അവസ്ഥ എന്താവും? ഇനി വേറെ വഴിയില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് അവർ ചുറ്റും നോക്കും. അപ്പോൾ സെക്യൂരിറ്റി അലാം അത് വമ്പൻ ഉച്ചത്തിൽ അങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനർത്ഥം എത്രയും വേഗം അവിടുന്ന് എല്ലാവരും രക്ഷപ്പെട്ടു പോവുക എന്നാണ്. സോ അവരിപ്പോൾ രക്ഷപ്പെടാനായിട്ട് പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യും. അവിടെയുള്ളവരെല്ലാവരും തന്നെ ആ ഫാക്ടറി ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അതേസമയം നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ ഓടുകയാണ്. അവർ ഒരുപാട് നേരം ഓടി വേഗോഫ് പങ്ക് ആള് പറഞ്ഞതനുസരിച്ച് ഒരു റോക്കറ്റ് തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് അറ്റ്ലസ് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നത് നമ്മുടെ ആൾക്കാർ കാണാം. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ അങ്ങനെ തലയുയർത്തി നോക്കും. അപ്പോൾ അവർ കാണും നമ്മുടെ ആൾക്കാരുടെ തൊട്ട് മുൻപിൽ സാക്ഷാൽ ലുച്ചി. ചോപ്പറിനാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി കൂടി വരും. ലുച്ചി എത്രമാത്രം ടെററാണെന്ന് ചോപ്പറിന് നന്നായിട്ട് അറിയാം. ജിംബയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാവും. അവൻ നേവിക്കാരോട് ചോദിക്കും, നിങ്ങൾ ആക്ച്വലി ഈ ഒരു ഐലാൻഡുമായിട്ട് അലയൻസ് ഉള്ളവരല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഡോക്ടർ വേഗോഫ് പങ്കിനെ കൊല്ലാനും ഈ ഒരു ഐലാൻഡ് അത് നശിപ്പിക്കാനും ശ്രമിക്കണേ? അത് കേട്ട് ലുച്ചിയാണെങ്കിൽ അവരെ കാര്യമായിട്ടും ശ്രദ്ധിക്കും. അപ്പോഴായിരിക്കും അത് സ്ട്രോഹാ ടീമാണെന്ന് അവൻ തിരിച്ചറിയുക. ആക്ച്വലി അവരെങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് തല്ലിക്കൊല്ലാനാണ് അവർ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നത്. ഇപ്പൊ അവര് തന്നെ കറക്റ്റായിട്ട് അവരുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ സ്ട്രോഹാറ്റ് ലൂഫി അവനിപ്പോ വെറും ഒരു പൈററ്റ് മാത്രമല്ല, 4 എംപറേഴ്സിൽ ഒരാളാണ്. സോ അവനോട് സാധാരണ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അവനുമായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നേവിയുടെ ഹയർ ഒഫീഷ്യൽസിൽ നിന്ന് അവർക്ക് പെർമിഷൻ ആവശ്യമാണ്. ആ പെർമിഷൻ കിട്ടിയാൽ മാത്രം അവർക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ എന്ത് ചെയ്യണമെന്നറിയാതെ ലുച്ചി കൺഫ്യൂസ്ഡ് ആവും. ബാക്കിയുള്ള സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ലുച്ചിയെ സമാധാനിപ്പിക്കും. നമുക്ക് ആദ്യം ഗവൺമെന്റിനെ ഈ കാര്യം ഇൻഫോം ചെയ്യാം. പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാം. അതിന് ലുച്ചി പറയും, അതെ ഞാനിപ്പോ അവനുമായിട്ട് സ്ട്രെയിറ്റ് ആയി ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ അല്പം ആശ്വാസം തോന്നും. അതേസമയം ലൂഫി അവനാണെങ്കിൽ അറ്റ്ലസിന്റെ അവസ്ഥ കണ്ട് ഷോക്കാവും. കാരണം അവരാദ്യം തന്നെ ആ ഐലാൻഡിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ സ്വീകരിച്ചതും അവർക്ക് ഭക്ഷണം കൊടുത്തതും നന്നായിട്ട് പെരുമാറിയതും എല്ലാം തന്നെ അറ്റ്ലസ് ആണ്. അങ്ങനെയുള്ള അറ്റ്ലസ് ആണ് ഇപ്പൊ തകർന്ന് താഴെ കിടക്കുന്നത്. ചോപ്പർ ആണെങ്കിൽ ലൂഫിയെ സമാധാനിപ്പിക്കും, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രാങ്കി, അവൻ അവളെ ബാക്ക് ടു നോർമലാക്കും. പക്ഷെ കൺട്രോൾ പോയ ലൂഫി ആണെങ്കിൽ ഇപ്പൊ ലുച്ചിയെ നോക്കി ദേഷ്യപ്പെടും. സത്യം പറയും, നീയാണോ ഇവളെ ഈ അവസ്ഥയിലാക്കിയത്? ഉടനെ ലുച്ചിയാണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, നിനക്കതിന് എന്നോട് വിരോധം തോന്നേണ്ട കാര്യമില്ല. ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ ഉത്തരവ് അനുസരിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെന്റെ ഡ്യൂട്ടിയാണ്. നീ എന്നല്ല ആരെന്നെ തടയാൻ ശ്രമിച്ചാലും അത് ഞാൻ അനുവദിക്കില്ല. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.